മക്കളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ പരീക്ഷകളുടെ അവസാന ദിവസങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അതായത് നമ്മുടെ പബ്ലിക് എക്സാമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പബ്ലിക് എക്സാമിൻ്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു ഹിന്റ് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് തന്നിരിക്കുകയാണ് ഈ ക്രിസ്മസ് എക്സാമിലൂടെ. അതായത് നമ്മുടെ പബ്ലിക് എക്സാം ടഫ് ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. നിങ്ങളിപ്പോൾ SLC കുട്ടിയാണ്, നിങ്ങളുടെ ഫിസിക്സ് എക്സാമിന്റെ പാറ്റേൺ മാറിയതും ടഫ് ആയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാത്സും കുറച്ച് ടഫ് ആയിരുന്നു. +1 +2 ആണ് രണ്ടാൾക്കും അറിയാം. മാത്സ് എക്സ്ട്രീംലി പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. എവിടെ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള പാറ്റേൺ എത്തി. നമ്മൾ പ്രീവിയസ് ഇയർ പാറ്റേൺ അല്ല. ഫിസിക്സിന്റെ കാര്യം +2 എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് ടഫ് ആയിരുന്നു. +1 നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് +1 ഫിസിക്സ് എക്സാം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്ക് അറിയില്ല. എനിവേ ക്ലിയർലി ഒരു ഇൻഡിക്കേഷൻ ആണ് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് തരുന്നത്. എന്താണ്? പരീക്ഷ എന്തായാലും ടഫ് ആവും എന്നുള്ള കാര്യം. മാത്രമല്ല ഇത് ഒഫീഷ്യലി ഗവൺമെന്റ് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പറഞ്ഞത് ഇനിയുള്ള വരും വർഷങ്ങളിൽ അങ്ങനെ ആക്കുമെന്നൊക്കെയാണ് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ ഈ വർഷത്തെ ഈ ക്രിസ്മസ് എക്സാമിന്റെ പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർലി മനസ്സിലാവുന്നുണ്ട് അത് ഇനി വരും വർഷങ്ങളിലല്ല, ഇപ്പൊ തന്നെ അവർ ആ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആ പരിപാടി വളരെ ക്ലിയർ ആണ്. അതായത് പരീക്ഷ മൊത്തത്തിൽ എല്ലാ ചോദ്യങ്ങളും ടഫ് ആക്കുക, ഒരു കുട്ടികളും പാസ്സാവരുത് എന്നുള്ള രീതിയിലുള്ള പരീക്ഷ അല്ല അവർ പ്ലാൻ ചെയ്യുന്നത്, അല്ലെ അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു പേപ്പറിലെ ഒരു 20% ചോദ്യങ്ങൾ അല്ലെ ഒരു 30% ചോദ്യങ്ങളെങ്കിലും കുറച്ച് ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പേപ്പർ എടുക്കുകയാണെങ്കിലും +1 മാത്സ് എടുക്കുകയാണെങ്കിലും എല്ലാ ചോദ്യങ്ങളും ടഫ് ആയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു 20% ചോദ്യങ്ങൾ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ അതേ നമ്പർ വെച്ചിട്ടൊന്നും വരില്ല. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ABCD എന്നായിരിക്കും പഠിപ്പിച്ച് ആൻസർ പേപ്പർ ക്വസ്റ്റ്യനിൽ വരുന്നത് ചിരിച്ചായിരിക്കും. അതിന്റെ ഫ്ലിപ്പായിട്ട് മറിച്ചും തിരിച്ചും ഒക്കെ ട്രിക്കായിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. ഇനി ഇതിന് നിങ്ങളൊരു സൊല്യൂഷൻ എന്തായാലും കണ്ടെത്തണം. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇത്രയും ഹിന്റുകൾ ഗവൺമെന്റ് നമുക്ക് തന്നിട്ട് ഇനിയും നിങ്ങൾ വിചാരിക്കുകയാണ് എല്ലാ വർഷത്തെയും പോലെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രം പഠിച്ചു പോയിട്ട് അല്ലെ യൂട്യൂബിലെ തലേ ദിവസങ്ങളിലെ ലൈവ് മാത്രം കണ്ടിട്ട് ഞാൻ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങും, നല്ല മാർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് 80% മുകളിലെങ്കിലും ഞാൻ വാങ്ങും എന്നാണ് നിങ്ങൾ ഓവർ കോൺഫിഡൻസിൽ പോകുന്നതെങ്കിൽ മക്കളെ അത് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും. കാരണം സാധാരണ ഒരു വർഷം പോലത്തെ ഒരു വർഷം ആയിരിക്കില്ല അത്. സാധാരണ ഒരു വർഷത്തിൽ നടക്കുന്ന എക്സാം പോലെ ആയിരിക്കില്ല ഈ വർഷത്തെ പബ്ലിക് എക്സാം എന്നുള്ള കാര്യം. റിപ്പീറ്റഡ്ലി നമുക്ക് ഹിന്റുകൾ ഓരോ പരീക്ഷയിലും കിട്ടുകയാണ്. അപ്പോൾ ഇനി നമുക്കതിന് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിവേ എക്സാമിനറുടെ കുട്ടികളും ഇത് ഇഗ്നോർ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രോ ആക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ പോവാണ്. ഓക്കെ, പരീക്ഷ എത്ര ടഫായിട്ട് വന്നാലും നിങ്ങൾക്ക് നല്ല മാർക്ക് ഡിസേർവ് ചെയ്യുന്ന കുട്ടിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണ്, നല്ല മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ള കുട്ടിയാണ്, നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടിയിരിക്കും. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും എക്സാമിനർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് നമ്മുടെ റിവിഷൻ ബാച്ച്, നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതിയ ഫീച്ചറും കൂടി ഉണ്ടാവും. ഈ ടഫായിട്ട് എക്സാമിന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിനർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ്? വളരെ സിമ്പിൾ സൊല്യൂഷൻ ആണ് നമ്മുടെ ക്രാഷ് ബാച്ച്. കാരണം ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും നമ്മൾ ഡിസംബർ ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ ഓരോ ചാപ്റ്ററും കോൺസെപ്റ്റുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി ഒന്നും കൂടി പഠിച്ചെടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് അവസരമാണ് നമ്മുടെ ക്രാഷ് ബാച്ചിൽ നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ആ കോൺസെപ്റ്റുകൾ പഠിച്ചെടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ വിചാരിക്കുകയാണ് സാർ എക്സാം ടഫ് ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്നാൽ പരീക്ഷയുടെ തലേ നമുക്ക് കുറച്ച് ടഫ് ചോദ്യങ്ങൾ ചെയ്യാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടഫ് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഡെഫിനിഷൻ അത് നമുക്ക് നേരത്തെ അത് പറയാൻ പറ്റില്ല അത് എന്ത് രീതിയിലുള്ള ടഫ് വരാമെന്ന്. ചിലപ്പോൾ അതെന്തായിരിക്കും, ന്യൂമറിക്കലിലെ സ്റ്റെപ്പുകൾ കുറേ ഉണ്ടാക്കിയുള്ള ടഫ് ആക്കാൻ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ അതും ആയിരിക്കില്ല, ചിലപ്പോൾ ആ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയ കുട്ടിക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഈ പ്രാവശ്യം പാരബോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു, ക്വസ്റ്റ്യൻ ചെറിയൊരു നമ്പർ മാറ്റിയത് ആർക്കും മനസ്സിലായില്ല ഏതാ ചാപ്റ്റർ തന്നെ. അങ്ങനെ വരെ ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ആ കോൺസെപ്റ്റ് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുക, അല്ലെ അത് പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് കൂടുതൽ ടഫ് ചോദ്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അതാവില്ല. അപ്പൊ എക്സാമിനർ നിങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്രാഷ് ബാച്ച് ആണ്. കാരണം അവിടെ വീണ്ടും നമ്മൾ ആദ്യം മുതൽ ഓരോ കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിപ്പിക്കും. ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾ എന്തായി മക്കളെ, നിങ്ങൾ ഈ എത്ര ടഫായിട്ട് പരീക്ഷ വന്നാലും നിങ്ങൾ മിനിമം ഒരു 80% മാർക്ക് വാങ്ങണം, അവിടെ തന്നെ ആയി. അതിന്റെ മുകളിലേക്ക് നിങ്ങൾ വാങ്ങണമെങ്കിൽ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം മതിയാവില്ല, നിങ്ങൾ കൂടുതൽ ടഫ് ചോദ്യങ്ങൾ തന്നെ ചെയ്യണം. പക്ഷേ എപ്പോൾ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി ആ കാര്യം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു 90% മുകളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് എക്സാമിനറിന്റെ എല്ലാ ക്രാഷ് ബാച്ചിലും ഒരു പുതിയ ഫീച്ചർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ ഫീച്ചറാണ് മക്കളെ ചാലഞ്ചർ ക്വസ്റ്റ്യൻസ്. അതായത് ഇനി നമ്മുടെ ക്രാഷ് കോഴ്സിൽ 10th ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, എല്ലാ വർഷത്തെയും എല്ലാ ബാച്ചിലെയും ക്രാഷ് കോഴ്സിൽ ഒരു പുതിയ ഫീച്ചറും കൂടെ, എക്സ്ട്രാ ഫീസ് ഒന്നും ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു പുതിയ ഫീച്ചറും കൂടെ ഉണ്ടാവുന്നതായിരിക്കും ചാലഞ്ചർ ക്വസ്റ്റ്യൻസ്. എന്താണ് ചാലഞ്ചർ ക്വസ്റ്റ്യൻസ് മക്കളെ? ഓരോ ചാപ്റ്ററിന്റെയും ഈ വർഷത്തെ പബ്ലിക് എക്സാം ടഫായിട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും വരാൻ ചാൻസ്? അതേ ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ അടുത്തില്ല. പക്ഷേ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന്റെ പാറ്റേൺ നമ്മൾ ഓരോ സബ്ജക്റ്റിനും സ്റ്റഡി ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. പരീക്ഷയിൽ ചോദ്യങ്ങൾ എന്താണ്?
ചോദ്യങ്ങൾ ഭയങ്കര ടഫായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റെപ്പ് ഉള്ളതോ അങ്ങനത്തെ രീതിയിലൊന്നും ആയിരിക്കില്ല. പക്ഷെ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത്, അതായത് ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞാലേ ഈ ട്വിസ്റ്റ് ചെയ്ത ചോദ്യങ്ങൾ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് അവർ ചോദിച്ചത്. അപ്പൊ അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും നമ്മൾ ഈ ചോദ്യങ്ങൾ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളൊന്നും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിലൊന്നും കാണുന്ന ചോദ്യങ്ങളായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് കാണൂല. അതെ. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റിലെ ഓരോ കാര്യങ്ങളിലെ കോൺസെപ്റ്റ് ഉണ്ടാവില്ല, അതിന്റെ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കി കുട്ടികൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. കാരണം പബ്ലിക് എക്സാമിന് അത് നേരെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യും, അല്ല അറിയില്ല ആൻസർ ചെയ്യില്ല. പബ്ലിക് എക്സാമിൽ വീണ്ടും റീട്രൈ ഇല്ല, നിങ്ങൾ സ്റ്റക്കായി പോയാൽ നിങ്ങൾ സ്റ്റക്കായി പോകും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരു ടഫ് ക്വസ്റ്റ്യൻ കാണും. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെന്ന് അറിയാം, ഒരു ടഫ് ക്വസ്റ്റ്യൻ 2 ടഫ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മൊത്തം ഹോപ്പ് പോയിട്ട് ബാക്കി നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ ചിലപ്പോൾ കൊളാക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത്. അപ്പൊ നിങ്ങൾ ഈ ചാലഞ്ചർ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ട് പഠിച്ച് പോയ ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതിയില്ലേ വിഷയമല്ല, അത് കാണുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിരിക്കും, നിങ്ങൾക്ക് അത് എഴുതാം, അത് വേണ്ടെങ്കിൽ വിടാം, നല്ല മാർക്ക് കിട്ടിയിരിക്കും. ആ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് മക്കളെ. ഓക്കെ മക്കളെ, പരൻ സാർ പറഞ്ഞ പോലെ തന്നെ ചാലഞ്ചർ ക്വസ്റ്റൻസ് ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷെ അത് നമ്മുടെ എയിം എന്താണ്, നമ്മളത് പഠിക്കുക എന്നാണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി, ഒബ്വിയസ്ലി നമ്മുടെ ബാച്ചിലെ എല്ലാ ക്ലാസ്സസും അത് കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി തരും. പക്ഷെ അത് അപ്ലൈ ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് പഠിക്കുക എന്നാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അങ്ങനെ നിങ്ങൾ പഠിച്ച് റെഡി ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ വർഷത്തെ പബ്ലിക് എക്സാം എത്ര ടഫായിട്ട് വന്നാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഗ്യാരണ്ടി തരാണ്. ഓക്കെ, അപ്പോൾ ചാലഞ്ചർ ക്വസ്റ്റൻസിൽ ചാപ്റ്റർ വൈസ് ആയിരിക്കും ക്വസ്റ്റൻസ് ഉണ്ടാവുക. നിങ്ങൾ ഇതുവരെ കാണാത്ത ചോദ്യങ്ങളാണ്. പലതും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കുന്ന ചോദ്യങ്ങളായിരിക്കില്ല, പ്രീവിയസ് എടുക്കുന്ന ചോദ്യങ്ങളായിരിക്കില്ല. പലതും നമ്മുടെ ഫാക്കൽറ്റി ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കി ഉണ്ടാക്കുന്ന ചോദ്യങ്ങളായിരിക്കും. പല ചോദ്യങ്ങളും പ്ലസ് 1 പ്ലസ് 2 ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേറെ ബുക്സ് ഉണ്ട്, നിങ്ങൾ സാധാരണ നമ്മൾ പഠിപ്പിക്കാത്ത ബുക്സ് ഉണ്ട്, അതൊക്കെ എടുക്കുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും. കാരണം ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിൽ നമ്മൾ നോക്കിയപ്പോൾ ചില ബുക്സിൽ നിന്ന് എടുത്ത ക്വസ്റ്റൻസ് ആയിരുന്നു മാത്സിലൊക്കെ വന്നത്. മാത്സിലൊക്കെ നിങ്ങൾ സ്കൂൾ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കേണ്ടതിനെക്കാട്ടും ലെവൽ കൂടിയ ബുക്സിൽ നിന്ന് വന്ന ക്വസ്റ്റൻ ആണ്. ഞാൻ പ്രൂഫ് ആയിട്ട് അതേപോലെ എടുത്ത ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. മാത്സിൽ മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്ട്സിലും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ബാച്ചിൽ ഇനി ഫ്രീ ആയിരിക്കും. അപ്പൊ ഇതുവരെ നമ്മുടെ ബാച്ചിലെ ഫീച്ചേഴ്സ് എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മുടെ 1 ഷോട്ട് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും. അതായത് ഓരോ ചാപ്റ്ററിനെയും ചാപ്റ്റർ വൈസ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ വീഡിയോയിലായിരിക്കും ചാപ്റ്റർ കംപ്ലീറ്റ് പഠിപ്പിക്കുക. 1, 2, 3 മണിക്കൂർ ഡിപ്പെൻസ് ഓൺ ദി ചാപ്റ്റർ ലെങ്ത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു വീഡിയോ, മറ്റൊരു യൂട്യൂബ് ക്ലാസ്സോ കാണേണ്ട ആവശ്യമില്ല. എക്സാമിനറിനെ പോലും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അതിൽ കംപ്ലീറ്റ് സാധനം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിന് കുറച്ച് സമയം വേണ്ടി വരും. മാത്രമല്ല ഇത് എല്ലാ ക്ലാസ്സും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ നല്ലോണം അറിയെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാം. ഇത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ചാപ്റ്റർ തീരെ അറിയാത്ത ചാപ്റ്ററൊക്കെയാണ് നിങ്ങൾ ഇത് ഫുൾ ആയിട്ട് റെക്കോർഡായി കാണുന്നത്. ഈ റെക്കോർഡായിട്ട് ക്ലാസ് കൂടാതെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിന്റെയും ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അതിന്റെ എല്ലാം കൂടെ സമ്മറി പിടിച്ച് ഒരു പേജിലാക്കുക, അങ്ങനെ വിചാരിക്കരുത്. ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിനർ ഇത് പ്രത്യേകതയാണ്. SSLC എക്സാമിനറുടെ കൂടെ പഠിച്ച് ആ 10 hours ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അറിയാം ഈ ഷോർട്ട് നോട്ട്സിന്റെ പവർ എന്താണെന്ന്. പക്ഷേ അതേ ഷോർട്ട് നോട്ട്സ് അല്ല നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, കുറച്ചും കൂടി ഡെപ്തിൽ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ് ആണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഒട്ടുമിക്ക ചാപ്റ്ററിന് ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് തരാനും അത് ലൈവായിട്ട് തരികയാണ് ചെയ്യുക. അതായത് ലൈവായിട്ട് വന്നിട്ട് ടീച്ചർ അതിൽ ഷോർട്ട് നോട്ട്സ് ഓരോ കാര്യങ്ങൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ലൈവായിട്ട് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാവും. വീഡിയോ സൊല്യൂഷൻ എന്തുകൊണ്ട്? കാരണം പലപ്പോഴും എന്താണ് PDF ആൻസർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിന്റെ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ സൊല്യൂഷൻ തരുന്നത്. അപ്പോൾ PYQന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ടഫായിട്ട് എക്സാം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ PYQന് ഒരു വാല്യൂ ഇല്ല, ഒന്നൊന്നുമില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, 80% ചോദ്യങ്ങളും അല്ലെ മിനിമം 70% ചോദ്യങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഈ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള 20-30% ഉണ്ടാവുള്ളൂ പുതിയ ടൈപ്പ് ചോദ്യങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാലഞ്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു ബുക്ക് ഫോർമാറ്റിലായിരിക്കും കിട്ടുക. അപ്പോൾ ആക്ച്വൽ ബുക്ക് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഈ ഒരു ഏത് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇതൊക്കെ ഫ്രീ ആയിരിക്കും. എല്ലാ ബാച്ചിനും സെയിം ഫീച്ചേഴ്സ് ആണ്. കാരണം എല്ലാ ബാച്ചിനും ആവശ്യമുള്ള സെയിം കാര്യമാണ്. ഓക്കെ, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ബാച്ചിന് ഒരു കാര്യം പോലും കുറയ്ക്കാതെ നമ്മൾ ഒരേപോലെ വെച്ചിരിക്കുന്നത്. പിന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാവും. അത് വീക്ക്ലി എക്സാംസ് ഉണ്ടാവും. പരീക്ഷ അടുക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് എക്സാംസ് ഉണ്ടാവും. ആൻഡ് മോഡൽ എക്സാം പുതിയ മോഡൽ വെച്ചിട്ടേക്കും. അപ്പോൾ 1-2 ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ 20% നമ്മൾ പറയാം ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടഫ് ക്വസ്റ്റ്യൻസ് വെറും JEE പോലെ നീറ്റ് പോലെ വെറുതെ എന്തെങ്കിലും എടുത്ത് ടഫ് ക്വസ്റ്റ്യൻ അല്ല തരിക. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ മോഡൽ എക്സാം ഒക്കെ വരുമ്പോൾ നമ്മുടെ ആക്ച്വൽ ഒഫീഷ്യൽ മോഡൽ എക്സാം വരുമ്പോൾ അതും കൂടി നമ്മൾ നോക്കും. അതിനനുസരിച്ച് ചില
ചില രീതിയിൽ മാറ്റങ്ങൾ വരുത്താണ്, നമ്മൾ മാറ്റം വരുത്തും, അവർ മാറ്റം വരുത്താണ്, നമ്മൾ മാറ്റം വരുത്തും. ഓക്കെ, നമ്മൾ റെഡി ആയിരിക്കത്തുള്ളൂ. പിന്നെ പുതുതായിട്ട് നമ്മൾ ആഡ് ചെയ്ത ഫീച്ചർ ചാലഞ്ചർ ക്വസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനറിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്, ക്രാഷ് കോഴ്സിൽ ബാച്ച് ജോയിൻ ചെയ്യാൻ പോകുന്ന ഓരോ കുട്ടിക്കും കിട്ടാൻ പോകുന്നത്. മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സമയം ഉണ്ടാവും? ഇല്ല. ഇതിന്റെ ഒരു ചിലപ്പോൾ ഒരു 90% കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ, നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താൽ. ആൻഡ് ഇൻഫാക്ട് ഇതിൽ 90 കാര്യങ്ങൾ ചെയ്താൽ തന്നെ 90% കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ 100% മാർക്ക് കിട്ടാൻ ആയിട്ടുണ്ട് ഓൾറെഡി. കാരണം ഇതിന്റെ പകുതി ഫീച്ചേഴ്സ് ഇല്ലാതെയാണ് കഴിഞ്ഞ വർഷമൊക്കെ 19 കുട്ടികൾ നമ്മുടെ +1 ഫുൾ മാർക്ക് 520 വാങ്ങിച്ചു. കേരള +1 ഫുൾ മാർക്ക് മേടിച്ച റെക്കോർഡാണ്. മാത്സിന്റെ പേപ്പറൊക്കെ നിങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിനെ കാട്ടിലും ടഫ് ആയിരുന്ന വർഷം, അത് സർപ്രൈസ് ആയിട്ട് വന്ന വർഷം, അതിൽ പോലും നമ്മുടെ കുട്ടികൾ ഇതിലെ പകുതി ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ മാർക്ക് വാങ്ങിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ തരുമ്പോൾ, ഈ ലൈവ് ഒന്നും കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, അവരോട് ചോദിച്ചാൽ അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ തരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മാർക്ക് വാങ്ങാൻ പറ്റും. ഇതിലൊരു ഗുണം, മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇൻഫാക്ട് എക്സാമിനറിന്റെ യൂട്യൂബ് ക്ലാസ് പോലും കാണേണ്ട ആവശ്യമില്ല. അതൊക്കെ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് എക്സ്ട്രാ കാണുന്നല്ലാതെ നിങ്ങൾക്ക് അത് തപ്പിപ്പോയി കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് പോയി തപ്പുക ഒന്നും ആവശ്യമില്ല. കാരണം ബുക്ക് നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ചാപ്റ്റർ പ്രോപ്പറായി പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ട്, അതും നിങ്ങൾ തപ്പേണ്ട ആവശ്യമില്ല. അതിന് വീഡിയോ സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. എക്സ്ട്രാ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ആ 90% മുകളിൽ കടക്കാനുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒന്നിനും നിങ്ങൾക്ക് എക്സ്ട്രാ നോക്കേണ്ട ആവശ്യമില്ല. ഇൻഫാക്ട് ഒന്നിനും നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ബാച്ചിൽ കൊടുക്കുക. അപ്പം പറയുന്നത്രേ ഉള്ളൂ മക്കളെ, എന്തായാലും പബ്ലിക് എക്സാം ടഫായിട്ട് തന്നെ ആയിരിക്കും വരിക എന്നുള്ള കാര്യം ഗവൺമെന്റ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മണ്ടന്മാരാവരുത്, ഇനിയും പരീക്ഷ ഈസിയാവും വിചാരിച്ചിട്ട് മണ്ടന്മാരാവരുത്. പരീക്ഷയുടെ തലേന്ന് യൂട്യൂബ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് ഞാൻ പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ രീതിയിൽ നിങ്ങൾ ഇനിയും പ്രിപ്പയർ ചെയ്താൽ അത് വലിയ അപകടത്തിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. ഇന്നൊരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, എന്നാൽ അതിന്റെ സൊല്യൂഷൻ ഉണ്ട്. എക്സാമിനർ ഓഫർ ചെയ്യുന്ന സൊല്യൂഷൻ ഇതായിരിക്കും. ഇതിന്റെ അർത്ഥം ഒരിക്കലും എന്താണ് യൂട്യൂബിലെ ക്ലാസ് നിർത്തും, അങ്ങനെ ഒന്നും ആയിരിക്കില്ല. യൂട്യൂബിലെ ക്ലാസ് അതിന്റെ പർപ്പസ് ഉണ്ട്. അതിന്റെ പർപ്പസ് എന്താണ്? നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 80% അല്ലെങ്കിൽ 75% നിങ്ങൾക്ക് തീരെ നിങ്ങൾ മാർക്കൊക്കെ തോക്കാൻ പോകുന്ന ആളാണെങ്കിൽ അവിടേക്ക് എത്തിക്കാനാണ് നമ്മുടെ എയിം. പക്ഷെ പരീക്ഷ ടഫായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലെ തലേന്നുള്ള ലൈവുകളുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല, എവിടെ എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. അതിൽ എക്സാമിനർ കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ള സൊല്യൂഷൻ ഇതാണ്. അപ്പോൾ എക്സാമിനറിന്റെ ടീച്ചേഴ്സിനെ വിശ്വസിച്ച് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നമ്മൾ എത്രയും പെട്ടെന്ന് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 23 ഡിസംബർ നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. പറ്റുമെങ്കിൽ അതേ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത് ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങിയാൽ ഇത്രയും കാര്യങ്ങൾ ഫുള്ളായിട്ട് ഉപയോഗിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എത്ര ടഫായിട്ട് പരീക്ഷ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് 95% മുകളിൽ മാർക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ബാക്കി നമുക്ക് ബാച്ചിലേക്ക് പറയാം മക്കളെ. ഓറിയന്റേഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നതായിരിക്കും. അവിടെ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.